PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചോദ്യപേപ്പറിൻ്റെ ആദ്യ ഭാഗത്തെ 60 ചോദ്യങ്ങൾ തൊട്ടു മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. സ്റ്റേപ്പീസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. സ്റ്റേപ്പീസ് സ്ഥിതി ചെയ്യുന്നത് ചെവിയിലാണ്. ചെവിയിലെ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. 62ാമത്തെ ചോദ്യം. ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ജീവകം സിയുടെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്. ജീവകം സി. 63ാമത്തെ ചോദ്യം. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ. ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമായ രോഗകാരി. 64ാമത്തെ ചോദ്യം. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. 65ാമത്തെ ചോദ്യം. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലദോഷം. ജലദോഷം ഒരു വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. 66ാമത്തെ ചോദ്യം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. സൈലന്റ് സ്പ്രിംഗ് ആണ് DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം. ഇതാരുടെ ബുക്കാണ്? റേച്ചൽ കേഴ്സന്റെ ബുക്കാണ് സൈലന്റ് സ്പ്രിംഗ്. 67ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏതാണ്? സങ്കര ഇനം പാവലാണ് പ്രിയങ്ക. പ്രിയങ്ക ഒരു സങ്കര ഇനം പാവലാണ്. 68ാമത്തെ ചോദ്യം. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ. സെറികൾച്ചർ പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യൂണികൾച്ചർ മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിസികൾച്ചർ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 69ാമത്തെ ചോദ്യം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങ്. 70ാമത്തെ ചോദ്യം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. പീച്ചി. 71ാമത്തെ ചോദ്യം. ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. ഇത് തെറ്റാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. 2. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 3. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഇത് ശരിയായ പ്രസ്താവനയാണ്. 4. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഇത് തെറ്റാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ശരിയായ ജോഡിയെ തിരഞ്ഞെടുക്കാനാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം ശരിയാണ്. 72ാമത്തെ ചോദ്യം. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി.
പീരീഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. പീരീഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുകയാണ് ഉണ്ടാവുന്നത്. ഇതാണ് ശരിയായ പ്രസ്താവന. 73-ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്സിജന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറം ഇല്ല. 74-ാമത്തെ ചോദ്യം. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. 75-ാമത്തെ ചോദ്യം. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താണ്? കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറമാണ് മഞ്ഞ. മഞ്ഞ നിറമാണ് കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം. 76-ാമത്തെ ചോദ്യം. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ്. ഇത് ശരിയാണ്. 2. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതും ശരിയാണ്. മാസിന്റെ യൂണിറ്റാണ് കിലോഗ്രാം. ഇതും ശരിയാണ്. 4-ാമത്തെ പ്രസ്താവന തെറ്റാണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി പ്രസ്താവന 1, 2, 3. പ്രസ്താവന 1, 2, 3 ശരിയാണ്. 77-ാമത്തെ ചോദ്യം. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണം. 78-ാമത്തെ ചോദ്യം. ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ആദ്യ സ്ഥാനത്തു നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. 79-ാമത്തെ ചോദ്യം. ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഊർജത്തിന്റെ യൂണിറ്റാണ് ജൂൾ. ഓപ്ഷൻ സി ജൂൾ. ജൂളാണ് ഊർജത്തിന്റെ യൂണിറ്റ്. 80-ാമത്തെ ചോദ്യം. വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന ഏതാണ്? 3-ാമത്തെ പ്രസ്താവനയാണ് ശരിയായത്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. വികിരണം മാധ്യമത്തിന്റെ സഹായമില്ലാതെയാണ് താപം പ്രേഷണം ചെയ്യുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. പ്രസ്താവന 3 ശരിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.